ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ രാമേശ്വരം കഫേയിലാണ് ഗൈസ്. ഇവിടെ കുറേ കാലം എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലൊരു സ്പോട്ടായിരുന്നു. എൻ്റെ അവിടെ നിന്ന് കുറേ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത് ഫസ്റ്റ് കിട്ടിയത് നല്ല ചൂട് ഉഴുന്നോടെയാണ്. നല്ല അത്യാവശ്യം നല്ല ക്രൗഡഡ് ഏരിയ ആയിരുന്നു. ലൈക്ക് കുറേ ആൾക്കാർ ഒന്ന് ഫുഡ് കഴിക്കുന്നത്, നിന്നിട്ട് ഫുഡ് കഴിക്കേണ്ടതാണ്, ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്, ചിലരെല്ലാം പുറത്ത് എഴുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാവരും നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടുണ്ട് ഗൈസ്, വളരെ നൈസ് ക്രിസ്പി ഉഴുന്നോടാണ്, തിക്കായിട്ടുള്ള ചട്നിയാണ്. എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് ഓപ്പൺ ബട്ടർ മസാല ദോശയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മുടെ മസാല ദോശേൻ്റെ ക്രിസ്പിനെസ്സും അതിൻ്റെ മേലൊരു ബട്ടർ ഇട്ടായിരുന്നു. ബട്ട് ഓപ്പൺ ആയിട്ടില്ല. ബട്ട് അങ്ങനെയല്ല, ലൈക്ക് നോർമൽ ഒരു ദോശയിനകത്ത്, നോർമൽ ദോശ എന്നല്ല, അത്യാവശ്യം ഒരു തിക്ക് ദോശയിനകത്ത് നല്ല മസാലയും അതേപോലെ കുറച്ച് പൊടി ഓപ്പൺ ബട്ടർ മസാല ദോശ അങ്ങനെ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തത്. അത് അത്യാവശ്യം നല്ല മസാലയും അതിൻ്റെ മേലെ കുറച്ച് നല്ല കട്ടി വെണ്ണയെല്ലാം ഇട്ടിട്ടുള്ള കിടലുള്ള സാധനമായിരുന്നു. പിന്നെ വേറെ ആൾക്കാർ അങ്ങനെ മൊത്തത്തിൽ കുറേ ആൾക്കാർ കൂടി നമ്മളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഓർഡർ ചെയ്ത സാധനം പരക്കെ അങ്ങോട്ടും ടേസ്റ്റ് ചെയ്തൊക്കെ കഴിക്കലായിരുന്നു. പിന്നെ പ്ലെയിൻ നെയ് റോസ്റ്റ് ഒരു സംഭവമുണ്ട്, ഇത് കഴിച്ച് ഇതിൻ്റെ ചട്നി, തിക്ക് ചട്നിയും സാമ്പാറെല്ലാം കൂടി ഭയങ്കര ക്രഞ്ചായിട്ടുള്ള സാധനമായിരുന്നു. സോഫ്റ്റ്നെസ് എല്ലാം, ബട്ട് ഭയങ്കര ക്രഞ്ചി ലെവൽ ദോശയായിരുന്നു. പിന്നെ ഇത് റവ ദോശയാണെന്ന് എനിക്ക് തോന്നുന്നു, റവ മസാല ദോശയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്യുന്നുണ്ട്, പേരെന്നെ എനിക്ക് ഓർമ്മയില്ല. അതായതും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിച്ചു. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കലായിരുന്നു. ഇത് ഉണ്ടോലത്തെ സാധനമൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. നീർദോശ, അതേപോലെ തേങ്ങ നിറച്ച് നല്ലുള്ള സാധനമെല്ലാം ഉണ്ടായിരുന്നു. ചട്നിയെല്ലാം അത്യാവശ്യം തിക്കായിരുന്നു, ബട്ട് ഗ്രേറ്റ്. ആൻഡ് ആക്ച്വലി സാധനങ്ങൾ എല്ലാം അത്യാവശ്യം നല്ല പ്രൈസി ആയിരുന്നു ഗൈസ്. ബട്ട് ഇറ്റ് വാസ് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഫിൽറ്റർ കോഫിയാണ് എടുത്തത്. അതിനകത്താണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു സ്റ്റിക്കെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കുടിക്കാൻ, ആറ്റി കുടിക്കാനാണ് എൻ്റെ രസം ഉണ്ടായിരുന്നത്. ബട്ട് ഓവറോൾ കഴിച്ച് നോക്കുവാണെങ്കിൽ ചട്നിയെല്ലാം തിക്ക് സാധനമാണ്. ഫിൽറ്റർ കോഫി വാസ് ഗുഡ്. എല്ലാം ടേസ്റ്റ് വൈസ് ഗുഡ് സാധനങ്ങളാണ്, അടിപൊളി സാധനം. ഒരിക്കലും കുറ്റം പറയാൻ തക്കയില്ല. ബട്ട് ഇറ്റ് ബിറ്റ് പ്രൈസി ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാമേശ്വരം ഞങ്ങൾ ബൈ പറഞ്ഞു അവിടെ ഇറങ്ങി. പിന്നെ കുറേ അധികം സ്ഥലത്ത് പോകണമെന്നുള്ളതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്ന സംഭവങ്ങളാണിത്. ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് കഴിക്കാനൊക്കെ 10-25 രൂപയുള്ളൂ ഗൈസ്. നല്ല റിഫ്രഷിങ് ആയിട്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം ഗൈസ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്, ബിരിയാണി ചിക്കൻ 65. ബട്ട് ഞാൻ ബിരിയാണി ഫ്ലോപ്പായിരിക്കും എന്ന് വിചാരിച്ചാണ് കഴിക്കാൻ തുടങ്ങിയത്. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ലെഗ് പീസ് ആയിരുന്നു, പക്ഷേ ലെഗ് പീസ് എനിക്ക് പണ്ടേ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. ബട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെയായിരുന്നു ഗൈസ്. അങ്ങനെ രാത്രി ഒരു ഷവർമയും കൂടി കഴിച്ച് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്.